ഓക്കെ, നമ്മൾ ഇന്ന് സ്പേസ് ബിറ്റ്വീൻ തോട്ട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ വെറുതെ ശരിക്കും റിലാക്സ്ഡ് ആയിട്ട് വെറുതെ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു വീട്ടില്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ അതിന് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്കൂൾ മെമ്മറീസിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അതിലും ചെറിയ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ ചിലപ്പോ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഒരു എന്താ പറയാ, ഇനി എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടായിരിക്കും പോവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെറുതെ റിലാക്സ്ഡ് ആയി ഇരിക്കുന്ന സമയത്തും തോട്ട്സ് ഇങ്ങനെ വന്ന് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്, അല്ലെ? അതായത് എം ടി മൈൻഡ് അല്ലെങ്കിൽ ബ്ലാങ്ക് മൈൻഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ സാധിക്കില്ല, നോർമൽ കേസുകൾ. അപ്പോ ഇതെന്താണ് എന്ന് വെച്ചാല്, ഇത് ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഒരു പ്രത്യേകമായ ഒരു കഴിവാണ് സംഭവം. അത് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് അതിനെ പറയുന്നത്. DMN എന്ന് ചുരുക്കി ഉപയോഗിക്കാറുണ്ട്. ഈ DMN എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രോപ്പർട്ടി, ഒരു പ്രത്യേക ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം, അത് നമ്മൾ വൺസ് അത് ഓണാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അത് മാറ്റർ അല്ല. അതിന്റെ CPU, അതിന്റെ മെഷീൻ പാർട്സ് ഒക്കെ അവിടെ റണ്ണിങ്ങിലായിരിക്കും, അല്ലെ? നമ്മൾ വർക്ക് ചെയ്യുന്നോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അത് ഒരു ഡിഫോൾട്ട് മോഡിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഈ ഒരു പ്രത്യേകത. എന്നുവെച്ചാൽ ബ്രെയിൻ ഓഫ് ആവാതെ ഇരിക്കുക എന്നുള്ള ഒരു മെക്കാനിസം ആണത്. അത് വേറൊന്നിനുമല്ല, ഇങ്ങനെ പല യൂസേജ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മെക്കാനിസം ബ്രെയിനിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ DMN, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്വയം ചിന്തിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ഓർമ്മകളെ റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മുടെ തന്നെ ലൈഫ് സ്റ്റോറി നമ്മൾ ഓർത്ത് വെക്കുന്ന, അല്ലെ? നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ പറയും. അത് ഈ ഒരു DMN-ന്റെ, ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് ഇമാജിൻ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു DMN എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ നമ്മളൊരു റോഡില് വണ്ടി പോകുന്ന പോലെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രെയിനിൽ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വന്നു പോകുമെന്നതാണ് അവസ്ഥ. നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പോകുന്ന ഓരോ വണ്ടിയിലും കയറി അങ്ങ് പോകും. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതാണ് നമ്മൾ നോർമലി പറ്റിപ്പോകുന്ന നമുക്കുള്ള അവസ്ഥകൾ. നമ്മൾ അതിലാണ് ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഈ വരുന്ന ചിന്തകളുടെ കൂടെ നമ്മൾ പോകും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഇതിൽ മനസ്സിലാകണമെന്ന് വെച്ചാൽ, ഈ DMN-നെ ശരിയായ കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. ബാക്കി ഇങ്ങനെ ഈ ചിന്തകളിൽ കെട്ടുപിണഞ്ഞ് നമ്മൾ പോകുന്ന അവസ്ഥകളിൽ നമ്മളൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യുക. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിന് പല റെമഡീസും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പെർഫെക്റ്റും സ്ട്രോങ്ങുമായിട്ട് പറയുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മളൊക്കെ ഈ എന്താ പറയാ, ചിന്തകളെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, നമ്മൾ സെൽഫ് ക്രിറ്റിസിസം വരുന്നത്, അങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ, ഇത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു റിസർച്ച് എന്ന് വന്ന ഒരു കാര്യമൊന്നുമല്ല. പുരാതന കാലം മുതൽ ഉപനിഷത്തുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, ആ കാലം മുതൽ ഇതിനെ, ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ആളുകൾ പരിചയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഉപനിഷത്തുകൾ കാണാം, തത്ര പ്രത്യായ ഏകദാനത ധ്യാനം, സംസ്കൃതമാണ്. അപ്പൊ ആ ഒരു കോട്സ് പറയുന്നത് ഇങ്ങനെയാണ്: ദ അൺഇൻറ്ററപ്റ്റഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് അവയർനെസ് ടുവേർഡ്സ് എ സിംഗിൾ ഒബ്ജക്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. എന്ന് വെച്ചാല്
ഒരു പ്രത്യേക ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കോൺഷ്യസ്നെസ്സിലേക്കോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തടസ്സമില്ലാതെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ ഒരു അവയർനെസ്, നമ്മുടെ ഒരു ബോധം എന്ന് പറയാം, അവബോധം എന്ന് പറയാം, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ്സിലേക്കോ നമ്മൾ എന്ത് ചെയ്യുക, അത് ഇന്ററപ്റ്റ് ആവാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്ന് പുരാതന കാലങ്ങളിലെ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്, നമ്മൾ ഈ മനസ്സ് അലഞ്ഞു തിരിയുക എന്നുള്ളതാണല്ലോ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വന്നാൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഒബ്സർവിങ് മോഡിലേക്ക് മാറുന്നു. നമ്മൾ അതിൽ കയറി പോകുന്നില്ല. ഓക്കെ, ഒരു ചിന്ത വരുന്നു, നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ വീണ്ടും നമ്മൾ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴും വരും. ഈവൻ മെഡിറ്റേഷനിൽ നമുക്ക് ചിന്തകൾ വരും. അപ്പം നമുക്ക് അത് അവെയർ ആവാൻ പറ്റുന്നു എന്നുള്ളതാണ്, നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പൊ ഈ മെഡിറ്റേഷനിൽ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചെറുതായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിനിൽ വേവ്സ് ഉണ്ട് അല്ലേ? ആ ബ്രെയിൻ വേവ്സിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമലായിട്ട് ഇപ്പൊ ഇരിക്കുന്ന സമയത്തൊക്കെ ബീറ്റ വേവ്സ് എന്ന് പറയുന്ന അതാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അത് 13 to 30 ഹെഡ്സ് ഉണ്ടാവും. 13 to 30 ഹെഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പം ഈ ഒരു ഇതിൽ നമ്മൾ ശരിക്കും എന്താ പറയുക, അലേർട്ടാണ്, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ് ഒക്കെ നമുക്കെല്ലാം വേണമെങ്കിൽ ആക്റ്റീവ് ആകാനുള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടാവുക. അതിനോടൊപ്പം മറ്റു കാര്യങ്ങളും, നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ദെൻ നമ്മുടെ ഈ ബ്രെയിൻ ഫ്രീക്വൻസി നമ്മൾ കുറക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഡൊമിനേറ്റ് ആവുന്നത് ആൽഫ വേവ്സ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ ആൽഫ സ്റ്റേറ്റിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ബ്രെയിനിന്റെ ഫ്രീക്വൻസി നമ്മൾ കുറച്ചു കൊണ്ടുവന്ന് ഒരു 8 to 12 ഹെഡ്സിലേക്ക് നമ്മൾ ബ്രെയിൻ ഫ്രീക്വൻസി കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു ആൽഫ സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് ആ ഒരു ആൽഫ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ആൽഫ സ്റ്റേറ്റിൽ നമ്മൾ എത്തിയാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മൾ റിലാക്സ് ആണ്, പക്ഷേ നമ്മൾ ഉറങ്ങല്ല, നമ്മൾ അവെയ്ക്ക് ആണ്. നമ്മുടെ ബ്രീത്തിങ് സ്ലോ ആകുന്നു, നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആകുന്നു, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ബാലൻസ് ആകുന്നു. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും എത്തണങ്ങിയ ഒരു നമ്മുടെ അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനുള്ള അഫർമേഷൻ, നമുക്കുള്ളിലേക്ക് എടുക്കാനുള്ള അഫർമേഷൻസ്, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുമെന്നുള്ളതാണ് ആ ഒരു ആൽഫ സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഗുണം. അതുപോലെ വിഷ്വലൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഇപ്പൊ പെട്ടെന്ന് നമ്മളൊരു നോർമൽ വർക്കിംഗ് മോഡിലിരിക്കുന്ന സമയത്ത് നമ്മളവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട്. കാരണം നമ്മൾ ആ ഒരു ചിന്തകളുടെ ഇടയിലാണ് നമ്മൾ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു മെഡിറ്റേഷനിലേക്ക് വന്ന് നമ്മൾ ആ ഒരു ആദ്യത്തെ കുറെ പ്രോസസ്സുകൾ പറയുമല്ലോ. ഇപ്പൊ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാക്ടീഷണർ പറയുന്ന പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ കണ്ണടക്കുക. ദെൻ കണ്ണടക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായി ഈ സെൻസിലൂടെ, മീൻ വിഷനിലൂടെ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇൻടേക്കുകളും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ദെൻ അതൊരു സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ബ്രെയിൻ വേവ്സ് ഫ്രീക്വൻസി കുറയാൻ തുടങ്ങുന്നു. ദെൻ അവർ നമ്മളെ ബ്രീത്തിലേക്ക് ക്ഷണിക്കും, ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും, ബ്രീത്ത് എടുക്കാൻ പറയുന്നു. അപ്പൊ അതിലൊക്കെ നമ്മൾ അവെയർ ആകുന്ന സമയത്ത് ഈ ഒരു ഫ്രീക്വൻസി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അപ്പൊ നമ്മുടെ ഒരു ആദ്യം മൈൻഡ്ഫുൾ സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, ബ്രീത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ആ ഒരു സമയത്ത് ശരിക്കും ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അവരിങ്ങനെ പ്രാസോപ്പിച്ച് കുറച്ച് സെന്റൻസുകൾ പറയുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പ്രോസസ്സാണ്, നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടന്ന് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് അവര് ഒരുപാട് കാര്യങ്ങൾ തരുന്നത്. ഇപ്പൊ നമുക്ക്
ഈ വിവിധ തരം മെഡിറ്റേഷൻസ് ഉണ്ടല്ലോ, എല്ലാവരും നമ്മൾ അവെയർ ആണ് പലതരം. അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഏത് പ്രോബ്ലത്തിനാണോ നമ്മൾ വിഷമിക്കുന്നത്, ഇപ്പൊ നമ്മള് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയാതെ, ഫൊർഗീവ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്താൽ ആ ഒരു ഫീലിങ്സ്, ഇപ്പോ നമുക്കിപ്പോ ചില വ്യക്തികളോടാണ് പ്രശ്നമെങ്കിൽ അവരുടെ മുന്നിൽ പോയി ഫൊർഗീവ്നെസ് കൊടുക്കാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. പക്ഷേ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ ഇരുന്നിട്ട് ആ വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസേഷനിൽ കൊണ്ടുവരാം, നമ്മുടെ മുന്നിൽ കാണുന്ന പോലെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൾക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നാണ് ഫൊർഗീവ്നെസ് സീക്കാനുള്ളെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ചോദിക്കാം. ദെൻ ആ എനർജി റെലമില് അത് അവിടെ ഹീലാവുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഈവൻ നേരിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഡിഫറൻസ് അറിയാൻ കഴിയുമെന്നാണ് ഈ എനർജി സ്റ്റഡീസിൽ പറയും. അപ്പോൾ അത്രയധികം നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയാ സെൽഫ് ജേണിയിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ നേരിട്ട് നന്ദി പറയാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ആ ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് സ്ഥിരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ ഓരോ മെഡിറ്റേഷനും അതിൻ്റെതായ പർപ്പസുകളുണ്ട്. മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും ആ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ അത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു നമ്മളിപ്പോ ഒരു ആങ്കറിങ് ചെയ്യല്ലോ, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു മുദ്ര, ചിലര് മണ്ഡല മുദ്ര എന്നൊക്കെ പറയും, റൈറ്റ് പാം നമ്മുടെ വലത്തെ കൈ ഇടത്തെ കൈക്ക് മുകളിൽ വെക്കുക, തള്ളവിരലുകൾ കൂട്ടിമുട്ടിച്ചിരുത്തുക എന്നൊക്കെ ചില ഗൈഡഡ് മെഡിറ്റേഷൻസിൽ പറയും. നമ്മൾ അതാണ് ചെയ്ത് ശീലിക്കുന്നതെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് എക്സാമ്പിൾ പറയണം, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് വേണ്ടി ആ ഒരു ജസ്റ്റർ നമ്മൾ സ്ഥിരമായി ശീലിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൺജസ്റ്റഡ് ആയി അല്ലെങ്കിൽ വളരെ നോയ്സി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു മെഡിറ്റേഷനിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ജസ്റ്റർ നമ്മൾ അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് ഇത് കൊടുത്താൽ നമ്മുടെ ബോഡി അത് റീകോൾ ചെയ്യും. ഓ, ആള് മെഡിറ്റേഷനിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഈ ബ്രെയിൻ വേവ്സ് ഫ്രീക്വൻസി കുറക്കാനുള്ള ഒരു കെമിസ്ട്രി നമ്മുടെ ആ ഒരു ബ്രെയിനിൽ നടക്കുമെന്ന് ആണ് പറയുന്നത് സ്റ്റഡീസ്. ഓക്കെ, അപ്പം മെഡിറ്റേഷന്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനും ധൈര്യമായിട്ട് നേരിടാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഹീലിംഗ് മൊഡാലിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെഡിറ്റേഷൻ ആണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അല്ലെങ്കിൽ ഈ ചില ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നതിന് കോഡ് കട്ടിങ് മെഡിറ്റേഷൻസ് വേറൊരു പാർട്ടായിട്ട് തന്നെയുണ്ട്. അപ്പൊ ആ കോഡ് കട്ടിങ്ങിൽ ആ ഒരു കോഡ് അവിടെ ഡിസ്കണക്ട് ചെയ്ത് കളയാണ്. ഇപ്പം ചിലപ്പോൾ ഏറ്റവും അടുത്ത വ്യക്തികളായിരിക്കും നമുക്ക് ആ ഒരു ഇമോഷൻ തന്നിട്ടുള്ളത്. ദെൻ നമ്മളപ്പോ അവരോട് നമുക്ക് ആ ഒരു റിലേഷൻ കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആയ കാര്യമല്ല. അവരോടൊപ്പം തന്നെ നമുക്ക് ജീവിച്ചും ഇന്ററാക്ട് ചെയ്തും പോവേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഈ കോഡ് കട്ടിങ് മെഡിറ്റേഷൻ യൂസ് ചെയ്താൽ എനർജി ലെവലിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ അവർ തന്ന ആ ഇമോഷൻ ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് ഫ്രീ ആകാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് നീട്ടി പറയുന്നില്ല, നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷനും ഫീഡ്ബാക്കും ഒക്കെ ആയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. വേണ്ടി വന്നാൽ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് പറയാം. ഓക്കെ, അന്ന് എല്ലാവർക്കും ഒറ്റവാക്കിൽ ആദ്യം താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രതീക്ഷയോടെ. ഓവർ ടു യു.
ഗുഡ് ഈവനിങ് ബ്യൂട്ടിഫുൾ സോൾസ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സ്പേസ് ബിറ്റ്വീൻ തോട്ട്സ്. എല്ലാവരും അത് കണ്ടു കാണുമല്ലോ. നമ്മുടെ ടോക്ക് സീരീസിന്റെ 27th എപ്പിസോഡാണ്. അപ്പം ആദ്യമേ നമുക്കൊരു ബുദ്ധന്റെ കോട്ടിങ്ങിൽ നിന്നും തുടങ്ങാം. ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്, യു ആർ നോട്ട് യുവർ തോട്ട്സ്, യുവർ വോട്ട് നോട്ടീസസ് ദ തോട്ട്സ്. അതായത് നിങ്ങളല്ല, നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ എന്താണ്? യുവർ വോട്ട് നോട്ടീസസ് ദ തോട്ട്സ്. നിങ്ങൾ അത് എന്ത് നോട്ടീസ് ചെയ്യുന്നത്? നിങ്ങളുടെ ചിന്തകളെ നോട്ടീസ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ. ദാറ്റ് നോട്ടീസസ് ലീവ്സ് ഇൻ ദ ഗ്യാപ്പ്. ആ ഒബ്സർവേഷൻ ആണ് ആ ഗ്യാപ്പിൽ നിൽക്കുന്നത്. അത് ഞാനിപ്പോ ഈ സ്പേസിന്റെ കാര്യമായതുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഇന്നത്തേലൊന്നൊരു ഗ്ലാൻസ് നമുക്കൊന്ന് പോകാം. അനസാർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സിംപ്ലി സിറ്റിങ്ങിനെ പറ്റിയാണ്. ഒരിക്കലും എന്തോ ഐഡിയൽ മൈൻഡ് ഈസ് ഡബിൾസ് വർക്ക്ഷോപ്പ് എന്നൊക്കെ നമ്മൾ പറയും, പ്രോവർബ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരും, അൺനെസസറി തോട്ട്സ്, ഇങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതായത് നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പലർക്കും പല രീതിയിലാണെങ്കിലും ചൈൽഡ്ഹുഡ് മെമ്മറീസ്, തോട്ട്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഈ ഓവർ തിങ്കിങ് കൂടി കഴിഞ്ഞാലും ഒരു പ്രശ്നമുണ്ട്, ആങ്സൈറ്റിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. കാരണം നമ്മൾക്ക് ആവശ്യമില്ലാത്ത തോട്ടാണ് നമ്മുടെ മൈൻഡിൽ വരുന്നതെങ്കിൽ അത് നമുക്ക് വേഴ്സ്റ്റ് ആയിട്ടായിരിക്കും അഫക്ട് ചെയ്യുന്നത്. പിന്നെ DMN ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രെയിൻ, അത് സാർ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഇതിന്റെ എല്ലാം ഒരു നാഷണൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. എന്തിൽ നിന്നെങ്കിലും എന്തിലോട്ടെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആണ്. നമ്മുടെ മഹാത്മജി പറഞ്ഞ പോലെ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വോക്കിൽ നിന്ന് മറ്റൊരു വോക്കിലേക്ക് പോകുന്നതാണ് ശരിക്കും പറയാൻ റെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദർ ഷുഡ് നോട്ട് ഹാവ് എ സ്പേസ്. അവിടെ അൺനെസസറി സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താ പറയാ, കൂടുതലും സാറിന് ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞത് മെഡിറ്റേഷനെ പറ്റിയാണ്, മെഡിറ്റേഷന്റെ പവറിനെ പറ്റിയും ഒക്കെയാണ്. അപ്പം നമ്മൾ ആക്ച്വലി എപ്പോഴും നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപനിഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അവയർനെസ് അല്ലെങ്കിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമ്മളൊരു ഓബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് അത്രയും നമുക്കത് കോൺസെൻട്രേഷൻ അവിടെ കിട്ടുവാണെങ്കിൽ അതാണ് ശരിക്കും പറയാൻ ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷനിൽ നമ്മൾ ഈ തോട്ട്സ് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ ആ തോട്ട്സിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു മെഡിറ്റേറ്റീവ് മോഡിലോട്ടാണ്. കാരണം തോട്ട്സ് ഓഫ് കോഴ്സ് തോട്ട്സ് വിൽ കം, എസ്പെഷ്യലി ബിഗിനേഴ്സിന് കുറെ നേരം ഇരിക്കുമ്പം നമ്മൾ എങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് കുറെ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റ വേവ്സ്, ആൽഫ വേവ്സിനെയൊക്കെ പറ്റി പറഞ്ഞു. അതിപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഏതാണ് ഇതിനകത്ത് ഡൊമിനേറ്റ് ചെയ്ത് ബ്രെയിനിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആൽഫ വേവ്സ് ആണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി 8 to 12 ഹെർട്സിലാണ് വരുന്നത്. അപ്പൊ ഒരു ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡീപ്പ് മെഡിറ്റേഷന്റെ ഒരു ഫോമാണ്. അത് വെച്ചാൽ നമ്മൾ ശരിക്കും വി ആർ റിലാക്സ്ഡ്, നമ്മുടെ എന്താ പറയാ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആവും, ഹാർട്ട് ബീറ്റ് ഒക്കെ ബാലൻസ്ഡ് ആവും, നമ്മൾ വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ്, നമ്മൾ എന്താ പറയാ നമ്മൾ ശരിക്കും പറയാൻ ഒരു എംപ്റ്റിനെസ്സിലോട്ട് പോകുന്നത് പോലെ നമ്മളൊന്നും അല്ല അവിടെ, അങ്ങ് നമ്മളതിലങ്ങ് ഇൻവോൾവ് ആവും. പിന്നെ അതാണ് ആൽഫ. പിന്നെ ഈ ആൽഫ സ്റ്റേറ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെറ്റർ വിഷ്വലൈസേഷൻ ഉണ്ടാവും. അഫർമേഷൻസ് ഒക്കെ ഈ ടൈമിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ നമുക്ക് മൈൻഡിന് കൊടുക്കാൻ പറ്റും. അതൊക്കെ വളരെ പ്രാക്ടിക്കൽ വേയിൽ വരികയും ചെയ്യും. പിന്നെ എന്താ പറയാ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള മെഡിറ്റേഷൻസ് നമുക്ക് ചെയ്യാം. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് എന്താ പറയാ മെഡിറ്റേഷനിൽ കൂടെ കിട്ടും. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു മേക്ക് അവർ മൈൻഡ് കാം, ഒരു കാംനെസ് ഉണ്ട്. പിന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്, അത് ഒത്തിരി യൂസ്ഫുള്ളുമാണ്. പിന്നെ മണ്ഡലമുദ്രയുടെ കാര്യം പറഞ്ഞു, അത് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെഡിറ്റേഷന്റെ ഡീപ്പറായിട്ട് നമ്മൾ മെഡിറ്റേഷനിലോട്ട് നമ്മൾ പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായാലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നാലും അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ സാറ് ഇന്നർ ചൈൽഡ് അതിന്റെ ക്യൂർ ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതിന്റെ മെഡിറ്റേഷൻ, കോട്ട് കട്ടിങ് മെഡിറ്റേഷൻ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്കൊരു എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ അത് യൂസ് ചെയ്യണം. പിന്നെ ഇനിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഞാനിപ്പോ എൻ്റെ ഒന്ന് രണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം കൂടെ പറയാം. മൈൻഡിനെ നമുക്കൊരു സ്കൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ തോട്ട്സ് ആർ ലൈക്ക് ക്ലൗഡ്സ് മൂവിങ് അക്രോസ്. ഈ സ്കൈ കൂടി ഇങ്ങനെ വേവി പോലെ പോകുന്ന ക്ലൗഡ്സ് ആണ് നമ്മുടെ ഈ തോട്ട്സ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയാ ബ്രൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തത്. നമ്മളുടെ ഒരു സ്പിരിച്വൽ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ഗ്യാപ്പിനെ നമ്മളിപ്പോ ഈ സ്പേസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് വേദാന്തവും ബുദ്ധിസവും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് പറയാമെങ്കിൽ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ ഗ്യാപ്പ് ഈസ് ആത്മൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മൻ മീൻസ്
യുവർ ട്രൂ സെൽഫ്, നമ്മുടെ ട്രൂ സെൽഫിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ തോട്ട്സ് കം ആൻഡ് ഗോ ബട്ട് യു ദ വിറ്റ്നസ് സ്റ്റേജ്. നമ്മളാണ് തോട്ട്, ഇങ്ങനെ കുറേ തോട്ട്സ് നമുക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കും. പക്ഷേ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളുടെ നമ്മളവിടെ വിറ്റ്നസ് ആയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. ആ വിറ്റ്നസ് ആണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ തോട്ട്സ് ഇങ്ങനെ പോയും വരികയും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ബുദ്ധിസത്തിൽ പിന്നെ ഇതിനെ പറയുന്നത് ഇറ്റ്സ് കോൾഡ് ശൂന്യത ഓർ എംപ്റ്റിനെസ് എന്ന് പറയും. അതായത് നോട്ട് എംപ്റ്റി ലൈക്ക് നത്തിങ്നെസ്. നമ്മൾ ഈ നത്തിങ്നെസ് എന്ന് പറയുന്നതല്ല. നത്തിങ്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല. ബട്ട് ഇവിടെ എംപ്റ്റിനെസ് നമ്മൾ പറയുന്നത്, അതായത് ഈ ശൂന്യത എന്ന് ബുദ്ധിസത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് പവർഫുൾ, പൊട്ടൻഷ്യൽ ആണത്. എവറിത്തിങ് അറൈസസ് ഫ്രം ഇറ്റ്. അത് ഭയങ്കര പവർഫുള്ളാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു പവറാണ് ശരിക്കും പറയാൻ ബുദ്ധന്റെ ഫിലോസഫിയിലോട്ട് നമ്മൾ പോകാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷന്റെ ഒക്കെ അതിന്റെ സബ്ലിമേഷനിൽ നമുക്ക് എത്താൻ പറ്റും. അതൊരു വലിയൊരു മേഖലയാണ്. വേദാന്തം എന്താ പറയാ, ബുദ്ധിസം ഒക്കെ കണക്ട് ചെയ്ത് പോകുമ്പം. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മുടെ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഓഷോയുടെ ഒരു കോട്ടും കൂടെ പറയാം. ദ മൊമെന്റ് എ തോട്ട് ഈസ് ബോൺ യു ആർ ഓൾറെഡി ലേറ്റ്, ക്യാച്ച് ദ ഗ്യാപ്പ് ബിഫോർ ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ ചിന്തിക്കാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. ആ തോട്ട് വരുന്നത് അവിടെയാണ് നമ്മൾ ക്യാച്ച് ദ ഗ്യാപ്പ് ബിഫോർ. അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്തിക്കണം, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യണം. അവിടെയാണ് നമ്മളുടെ പവർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ. ഓക്കെ, താങ്ക് യു. സാറിന്റെ സെഷൻ വളരെ നല്ലതായിരുന്നു. എന്താ പറയാ, നമ്മളെക്കുള്ള ഡീപ്പർ ലെവലിലേക്ക്, മെഡിറ്റേഷൻ ലെവലിലേക്ക് നമുക്ക് പോയ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളെ ഉള്ളെങ്കിലും ഇറ്റ്സ് ലൈക്ക് മസ്റ്റേർഡ് സീഡ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ അത് പറഞ്ഞുകൊണ്ട്, കടുകുമണി ചെറുതാണെങ്കിൽ അതിനുള്ളിൽ ഫുൾ സീഡായിരിക്കും. അതുപോലെയാണ് സാറിന്റെ ക്ലാസ്. വളരെ നന്നായിരുന്നു. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ബെസ്സി മാം. ഈ സെഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബെസ്സി മാമിന്റെ ഈ ഒരു റീക്യാപ്പിൽ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തു വരും. അതിൽ മാം പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഈ ഒരു സ്പേസ് ബിറ്റ്വീൻ എന്താ പറയാ തോട്ട്സ്. അത് ശരിക്കും ഇറ്റ്സ് എ ഡിവൈൻ സ്പേസ് എന്നാണ് പറയുന്നത്. ആ ഒരു സ്പേസിലാണ് നമുക്ക് നമ്മുടെ ട്രൂ സെൽഫിനെ കാണാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാം ഇവിടെ പറഞ്ഞു. ദെൻ നമ്മുടെ ജേക്കബ് സാർ എന്താണ് ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ നാളായി കേറിയിട്ട്. അപ്പം സാധാരണ നിലയിൽ നിന്ന് സാധാരണ ബെസ്സി മാമിന്റെ റീക്യാപ്പ് മാത്രമേ നടക്കാറ്. ഇന്ന് ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വളരെയധികം കാര്യങ്ങൾ മാം ആഡ് ചെയ്ത് ഞാൻ അതിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ വണ്ടർഫുൾ ആയിട്ട് തോന്നി എനിക്ക്. സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യം വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തോട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം എന്നുള്ളതാണ്. കാരണം ഒരു ഗ്യാപ്പ് ഇല്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു തോട്ട്. നമ്മൾ ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വാലെ 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 നടക്കുകയാണല്ലോ. മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കുറേ തിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അത്രയും പറ്റുന്നുണ്ട്. ചിലപ്പം മറ്റൊന്നിലായിരിക്കും, ഒന്നുമില്ല പാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും നമ്മുടെ തോട്ട്സ് എപ്പോഴും അലയുന്നത്, പ്രസന്റ് ഇരിക്കുന്നില്ല. സോ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. വളരെ ഡീപ്പ് മീനിങ് ഉള്ളൊരു കാര്യമാണ് സർ പറഞ്ഞത്. താങ്ക് യു സോ മച്ച് സർ, ആൻഡ് താങ്ക് യു ബെസ്സി മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു താങ്ക് യു ജേക്കബ് സർ. സാർ. ജേക്കബ് സാർ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീഷണർ കൂടിയാണ്. സോ ഇനി ആർക്കാണ് പറയാനുള്ളത്? എല്ലാവരും ഓപ്പൺ അപ്പ് ആയി ഡിസ്കഷനിലേക്ക് വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഐഡിയാസ്, തോട്ട്സ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാം. ജേക്കബ് സാർ പറഞ്ഞ പോലെ പ്രസന്റിൽ ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ട് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അത്. ലിവിന്റെ പ്രസന്റ്, അത് തന്നെയാണല്ലോ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, അത് നമ്മൾ എല്ലാവരും ഇതെല്ലാം ചിന്തിക്കും. പക്ഷെ എങ്കിലും നമ്മൾ പ്രസന്റിൽ മാക്സിമം പ്രസന്റിൽ ലിവ് ചെയ്യാൻ ശ്രമിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ഇല്ല, സാറ് പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് കൊണ്ടോ അല്ലെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമുക്ക് മാക്സിമം എന്താ പറയുക, അച്ചീവ് ചെയ്യാവുന്നതിന്റെ നമ്മളുടെ മാക്സിമം നമ്മൾ എടുക്കുക അത് അച്ചീവ് ചെയ്യാനായിട്ട്. ബട്ട് അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട്
അത് നമ്മളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ഡെയിലി ഇൻ ആൻഡ് ഔട്ട് പ്രാക്ടീസ് ആണ് അത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ്ലി പൊക്കോണ്ടിരിക്കുമ്പോൾ മാത്രം ആർജിക്കാൻ പറ്റുന്ന ഒരു കഴിവാണ് തോട്ട്സിന്റെ ഇടയിലെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഡെപ്തിൽ കിടക്കുന്ന ഒരു കാര്യമാണത്. അതെ, പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ റൂമിൽ ഇരുന്ന് ജനലിൽ കൂടെ ഒരു മഴ ആസ്വദിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. ഒരു കിളിയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. സോ എനിത്തിങ് ആൻഡ് എവറിഥിങ് ഹാസ് മൈൻഡ്ഫുൾനെസ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോയി നമ്മുടെ തോട്ട്സിന്റെ ഇടയിലെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ. താങ്ക് യു. അതെ. യെസ് ജേക്കബ് സാർ, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ്? അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. മെഡിറ്റേഷനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ചെയ്തിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ മെഡിറ്റേഷനിലൂടെ ക്വാളിറ്റീസ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആരുമില്ല ഇന്ന്? മെഡിറ്റേഷൻ ആയതുകൊണ്ടാണോ സബ്ജക്റ്റ്? യെസ്, ഷബ്ന മാം പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു. മെഡിറ്റേഷനെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടി. കാരണം ഇത്ര തരത്തിൽ മെഡിറ്റേഷൻ എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഓരോ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മളങ്ങനെ ഇതാക്കുമ്പോൾ എനിക്ക് ഒരു നെഞ്ഞിന് ഭയങ്കര വേദന വരും. അതെന്താണെന്ന് അറിയില്ല. കുറച്ചേരം ഇങ്ങനെ ഇതാകുമ്പോൾ അത് കാരണം ഞാൻ അതിന്മേൽ ഇരിക്കാറില്ല. അതേപോലെ കുറേ സമയം അതുപോലെ നമുക്ക് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. മുന്നേ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്ക് ഒന്നിലെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമ്പോഴേക്കും അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മൈൻഡിലേക്ക് വരും. അങ്ങനെ അപ്പൊ ഇപ്പൊ ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് ആണോ പ്രാക്ടീസ് ചെയ്യേണ്ടത്? അപ്പൊ കുറെ തരം മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഏതാണെന്നൊരു കൺഫ്യൂഷൻ തോന്നി. ഓക്കെ, അപ്പൊ കണ്ണടക്കുന്ന സമയത്താണ് ഇങ്ങനെ തോട്ട്സ് കൂടുതൽ വരുന്നത്? അല്ലല്ല, എപ്പോഴും ഉണ്ട്. അത് നമുക്ക് വരാനിരിക്കണ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനത്തെ ടെൻഷനുകളൊന്നുമില്ല. നമുക്കിപ്പോ പ്രസന്റിന് ഇത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യണമല്ലോ, അത് കഴിഞ്ഞാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങള്. അല്ലാണ്ട് നമ്മൾ നാളത്തെ കുറിച്ച് ആലോചിച്ചുള്ള ടെൻഷനല്ല. അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മൾ അങ്ങനത്തതുമില്ല. ചില അതുമായി എന്തെങ്കിലുമൊക്കെ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നല്ലാണ്ട് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്ന് വിഷമിക്കാറ് അങ്ങനെ ഇല്ല. കൂടുതൽ നമുക്ക് പ്രസന്റിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ബിസി ഷെഡ്യൂളായ കാരണം കുറെ ആൾക്കാർ അവര് മാനേജ്മെന്റും എല്ലാം കൂടെ ആയ കാരണം തോന്നുന്നുണ്ട് ഫുള്ള് നമ്മൾ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ പോണോണ്ടാന്നുള്ളത് അറിയില്ല. ഓക്കെ, അത് പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു DMN എന്ന് പറയുന്ന മോഡിനെ കുറിച്ച് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? ഫസ്റ്റ് ഭാഗം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റെക്കോർഡിങ്സിൽ കേൾക്കാം. അത് DMN എന്ന് പറഞ്ഞ ഡിഫോൾട്ട് മോഡിനേറ്റർ കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തോട്ട്സ് വരുന്നതെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ആ ഒരു കേസാണ് ഇപ്പോൾ റിയൽ ലൈഫിൽ ഷബ്ന മാം ഇവിടെ ഷെയർ ചെയ്തത്. താങ്ക് യു. അത് മെഡിറ്റേഷനിലൂടെ തന്നെ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. താങ്ക് യു. ഇനി ആരാണ്? ഹബീബ മാം ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. സേ സംതിങ്. അതിനോടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ എനിക്ക് ഒന്ന് ആഡ് ചെയ്യട്ടെ സർ. പറഞ്ഞോളൂ സർ, ഷബ്ന പറഞ്ഞു മാം പറഞ്ഞത് പറഞ്ഞു. നമ്മൾ മെഡിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി കിട്ടുന്ന യഥാർത്ഥമായ ടൈം എന്ന് പറയുന്ന പ്രഭാതമാണ്. നമ്മൾ രാവിലെ സമയം കുറച്ചു നേരം വേറെ ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ അന്നേരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ടൈം ആയിരിക്കും ഏറ്റവും ക്രൂഷ്യൽ ടൈം. വെറുതെ അല്ല, അതിനെ ഗോൾഡൻ അവേഴ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത് മെഡിറ്റേഷനിലെ. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ
അറിയാം ഏറ്റവും കൂടുതൽ ഇപ്പം സ്ത്രീകളും പുരുഷന്മാരുടെയും ഒരു ജനറ്റിക് DNA അങ്ങനെ തന്നെയാണ്. ആണുങ്ങൾക്ക് കൂടുതൽ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് അതേസമയം അങ്ങനല്ല. അവർ മൾട്ടി ടാലന്റഡ് ആണ്, മൾട്ടി ടാസ്ക് ചെയ്യുന്നവരായതുകൊണ്ട് അവരുടെ മൈൻഡ് ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ ട്രാവൽ ചെയ്യും. അതങ്ങനെയാണ് ജനറ്റിക്സ് ഉള്ളത്. നമ്മുടെ ആദ്യം മുതലേ നമ്മുടെ സൃഷ്ടിയിൽ അങ്ങനെയാണ്. ആണുങ്ങൾ വേട്ടയാടാൻ പോകുമ്പം അവരുടെ ഫോക്കസ് ആ വേട്ടയാടുന്ന മൃഗത്തിലേക്കായിരിക്കും. സ്ത്രീകൾ അധികം ആ ഗുഹകളിൽ അവര് കുട്ടികളുടെ ആ ഒരു പരിപാലനത്തിനും ബാക്കി കുടുംബവും അങ്ങനെ പല കാര്യങ്ങളും ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്നവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. സോ നമ്മുടെ DNA അങ്ങനെയാണ്. സോ അവിടെ ആ രണ്ട് ബ്രെയിൻ വേവ്സിനെ നമുക്ക് അനലൈസ് ചെയ്യുമ്പം ഈ പ്രഭാത സമയത്തിൽ നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്നും മൈൻഡ്ഫുൾ, അവിടെയും കണ്ടില്ലേ എല്ലാത്തിന്റെ റൂട്ട് മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ ആ കുറച്ച് സമയം എല്ലാം കട്ട് ചെയ്യുക. കട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യരുത്, നമ്മളതിനെ കോൺഷ്യസ്ലി മനസ്സിലാക്കി ഓക്കെ എന്ത് കാര്യം എന്തായാലും ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ കുറച്ചു നേരം ഞാൻ ഒന്നും ചിന്തിക്കാതെ കുറച്ചു നേരം ധ്യാനത്തിലേക്ക് പോവുകയാണ് എന്ന അവബോധത്തോടെ നമ്മളൊരു 10 മിനിറ്റ് ഇരുന്നാൽ അവിടെ മെഡിറ്റേഷൻ നടക്കുകയാണ്. സോ അങ്ങനെ വല്ല പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതി. ആർക്കോ ഞാനിപ്പോ പറയട്ടെ, നമ്മള് പുലർച്ചെ 4 മണിയാകുമ്പോൾ നമ്മൾ എണീറ്റ് നിസ്കാരം മെഡിറ്റേഷനും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ആയി ചെയ്യേണ്ട കാര്യമാണ്. മുസ്ലിംസിൽ നമസ്കാരം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ 4 മണിയാകുമ്പോൾ എണീറ്റിട്ട് ചെയ്യണുണ്ട്. ഒരു ദിവസം 5 തവണയാണ് നിർബന്ധമായിട്ടുള്ളത്. അതുകൂടാണ്ട് നമുക്ക് നിർബന്ധമല്ലാത്ത സമയങ്ങളിലും ചെയ്യാനുണ്ട്. ഒരുപാട് തവണ ഉണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമുക്കിത് ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ആയിരിക്കോ. ഇത്രയും എനിക്ക് 42 years ആയി, 7 വയസ്സാകുമ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഇത്ര ആയിട്ട് നമുക്ക് ഫുൾ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് നമസ്കാരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എത്ര ശ്രദ്ധിച്ച് നമ്മൾ ഇരുന്നാൽ ആ ഫുൾ ആകുമ്പോഴേക്കും അത് ഇടയിൽ നിന്ന് പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ആക്ച്വലി ഒരു പ്രശ്നമല്ല മാം. നമ്മുടെ മൈൻഡ് അങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, അതിനെ പോകാൻ വിടുക. നമ്മളിപ്പം ഒരു എന്താ പറയാ, ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീട്ടിലിപ്പം 2-3 പട്ടിക്കുട്ടികളുണ്ട്. ഈ പറയുന്നത് നമ്മൾ ആ ഒരു നിഷ്കളങ്കതയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സോ നമ്മുടെ മൈൻഡ് വോണ്ടർ ചെയ്യും, നമ്മുടെ യാത്ര ചെയ്യുമെന്ന് നമുക്ക് നിഷ്കളങ്കതയോടെ നമ്മുടെ മൈൻഡിനെ കാണാനേ പറ്റുമെന്ന്. മെല്ലെ ആ പോകുന്ന മൈൻഡിനെ മെല്ലെ തിരിച്ചു വിളിക്കുക. ബാ, നമ്മളിപ്പോ ഇരിക്കുന്നത് എന്തിനാണ്, ഇരിക്കുക. പോകുന്നതിനെ പൊക്കോട്ടെ. അതിനെ നമ്മൾ പിടിച്ച് കെട്ടാൻ നോക്കുമ്പോഴാണ് പിന്നെ മാമനി തോന്നൽ വരുന്നത്, പറ്റുന്നില്ല, കയ്യിൽ നിന്ന് പോവുകയാണ്. അത് പൊക്കോട്ടെ, അത് പോകുക എന്നുള്ളതാണ് നമ്മുടെ DNA-യിലുള്ളത്. അത് പോകുന്നതിനെ മെല്ലെ മെല്ലെ തിരിച്ചു വിളിക്കുക. അങ്ങനെ ആ ഒരു വാത്സല്യത്തോടെ തിരിച്ചു വിളിക്കുമ്പം നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഇങ്ങ് വന്നോളും കുറച്ച് കഴിയുമ്പോൾ. അത് ഒരിക്കൽ അനസ്താർ അതേപോലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഭയങ്കര ക്ലിക്കായ കാര്യം. നമുക്ക് ഇതേപോലെ ചിന്തകൾ വരുമ്പോ അപ്പൊ നമ്മൾ തന്നെ പോസ് ചെയ്യാം, വന്നല്ലോ എന്നുള്ളതില് നമ്മൾ തന്നെ ഇങ്ങനെ എന്താ പറയാ ഒരു ഇതായിട്ട് ഇരിക്കാൻ, ചിന്തകൾ വരുന്നത് നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇരിക്കാനേ. അപ്പൊ നമുക്ക് ആ ചിന്ത വന്നല്ലോ എന്നുള്ളതിന് നമ്മൾ തന്നെ പോസ് ചെയ്യാൻ അതൊരു ഭയങ്കര ഇതായിട്ട് തോന്നി. ഞാൻ ശ്രമിച്ചു നോക്കിയിരുന്നു. പിന്നെ അത് അങ്ങനെ അന്ന് കേട്ട കുറച്ചു കാലൊക്കെ ശ്രമിച്ചു നോക്കിയിരുന്നു കുറച്ചൊക്കെ. പിന്നെ അതങ്ങനെ ഇതായി പോയി. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ അതാണല്ലോ. പിന്നെ അത് മറന്നുപോയി തന്നെ പറയാ. അധികമായിട്ടൊന്നുമില്ല, കഴിഞ്ഞ മാസം അതിന് മുന്നത്തെ മാസത്തെ സാറൊക്കെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് എന്റെ ഒരു ഓർമ്മയില്. ഏറ്റവും കൂടുതൽ നമ്മളെ ട്രിക്ക് ചെയ്യുന്നത് മറ്റാരുമല്ല, നമ്മുടെ മൈൻഡ് മാത്രമാണ്. ഈ എല്ലാ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ മൈൻഡിനകത്ത്, നമ്മുടെ ബുദ്ധിക്കകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പലതും. എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളും ഞാൻ എൻ്റെ തലച്ചോറിനകത്തിട്ട് വേഗിച്ചത്രയും ഇല്ലായിരുന്നു ശരിക്കും ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങിയപ്പം. അതൊക്കെ ഇന്നിപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പലപ്പോഴും വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു ഒരു സമയം വരെ. കാരണം ഒരു തർക്കം ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു, അതിന്റെ മുന്നും പിന്നും ഒരു നാരിനെ കീറി ഇങ്ങനെ പരിശോധിക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, ഇങ്ങനെ പ്രതികരിക്കുമായിരിക്കും. സോ നമ്മുടെ അവസ്ഥ അതാണ്. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിലാണ് ഏറ്റവും വലിയ യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ ചിലപ്പോൾ അതൊന്നും ഇല്ലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ നമ്മൾ തന്നെ ട്രിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ വസീമാൻ പറഞ്ഞ പോലെ ആ ഒരു തിരിച്ചറിവില്ലേ, നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന ഒരു കൺട്രോളിൽ നമ്മൾ സുപ്പീരിയർ ആയിട്ട് വരുന്നിടത്താണ് ഇതിന്റെ ഒരു തുടക്കം വരുന്നത്.
താങ്ക് യു ജേക്കബ് സാർ. അത് വളരെ നല്ലൊരു പോയിന്റ് ആണ് സാർ പറഞ്ഞത്. ഒരു ഫിലിം ഡയറക്ടർ ഈ റീ എന്താ പറയുക റീഷോട്ട് എടുക്കുന്ന പോലെയാണ് നമ്മുടെ ബ്രെയിൻ പലപ്പോഴും. ഒരു പ്രാവശ്യം സംഭവിച്ച പെയിൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ച് അത് റീപ്ലേ ചെയ്ത് അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയി പോകുന്നൊരു അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഷബ്ന മാം ഇവിടെ ചോദിച്ച പോലെ പ്രെയറിലൊക്കെ മൈൻഡ്ഫുൾനെസ് വരാൻ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. പ്രെയറിൽ കോൺസെൻട്രേഷൻ വരാൻ ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ്. ആക്ടിവിറ്റീസ് ചെയ്യുക, അതുപോലെ ചാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വേർഡ്സ് ഒക്കെ അത് മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക, അതിന്റെ മീനിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പ്രെയർ ചെയ്യുമ്പോൾ അതും നമുക്കൊരു നല്ലൊരു മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സാറ് ഡിസ്കഷനിൽ പറഞ്ഞ വളരെ പങ്കെടുത്തത് കറക്റ്റ് ആണ്. ജേക്കബ് സാർ പറഞ്ഞതും വളരെ എനിക്ക് ഇതായി. കാരണം ബ്രെയിനിൽ വെച്ച് വേവിച്ച കാര്യങ്ങളെല്ലാം മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ വന്നതെന്ന് വെച്ചാൽ ആ ബേർഡൻ അങ്ങ് പോയി. ചിന്തിച്ചതിന്റെ അത്രയും വളരെ ആ ഹെവിനെസ് മാറിയിട്ട് ഒരു ലൈറ്റ്നെസ് സാറിന് കിട്ടി. ഞാൻ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഓവർ തിങ്കിങ് വരുവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചിലപ്പോൾ ഞാൻ ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും ഇത് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ജോലി ചെയ്യുന്നതിന്റെ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ ഈ